സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന തൃശൂർ ജില്ലയിലെ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം ഉറ്റുനോക്കി ജനം. നഗരമേഖലയിലും ഗ്രാമപ്രദേശങ്ങളിലും വോട്ടർമാരുടെ മനോഭാവത്തിൽ വന്ന മാറ്റങ്ങൾ അവസാന ഫലത്തെ നിർണായകമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. പ്രധാന വിഷയങ്ങളായ വികസനം, തൊഴിൽ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയോടൊപ്പം പ്രാദേശിക പ്രശ്നങ്ങളും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും ചർച്ചകളിലും ഇടം പിടിച്ചിരുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ സീറ്റുകളിൽ ഒന്നാണ് തൃശൂർ മണ്ഡലം. ശക്തമായ ത്രികോണ പോരാട്ടമാണ് തൃശൂരിൽ നടന്നത്. വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ UDF, LDF, NDA മുന്നണികൾ വിജയപ്രതീക്ഷ പങ്കുവച്ചതും ഫലമറിയാനുള്ള ആകാംക്ഷ ഇരട്ടിയാക്കുന്നുണ്ട്. നഗരമേഖലയിലും ഗ്രാമപ്രദേശങ്ങളിലും വോട്ടർമാരുടെ മനോഭാവത്തിൽ വന്ന മാറ്റങ്ങൾ അവസാന ഫലത്തെ നിർണായകമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. പ്രധാന വിഷയങ്ങളായ വികസനം, തൊഴിൽ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയോടൊപ്പം പ്രാദേശിക പ്രശ്നങ്ങളും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും ചർച്ചകളിലും ഇടം പിടിച്ചിരുന്നു. ഇക്കാര്യങ്ങളിലെ നേട്ടങ്ങളും നഷ്ടങ്ങളും എണ്ണിപ്പറഞ്ഞുള്ള പ്രചാരണത്തിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ ആർക്ക് സാധിച്ചെന്ന് വോട്ടെണ്ണലിൽ വ്യക്തമാകും. 2021 സംസ്ഥാനം ഉറ്റുനോക്കിയ ശക്തമായ ത്രികോണ മത്സരത്തിൽ ഇടതിനൊപ്പം നിന്ന തൃശൂർ മണ്ഡലത്തിൽ കടുത്ത മത്സരമാണ് ഇത്തവണയും നടന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി നേടിയ വിജയം ആവർത്തിക്കാൻ കഴിയുമെന്ന് BJPയുടെ പത്മജ വേണുഗോപാലിനും ജനകീയത വോട്ടാക്കാമെന്ന് LDFന്റെ ആലങ്കോട് ലീലാകൃഷ്ണനും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് ലഭിച്ച മേൽക്കോയ്മ തുണയ്ക്കുമെന്ന് രാജൻ ജയപാലനും ആത്മവിശ്വാസമുണ്ട്. ഒല്ലൂരിൽ വികസന നേട്ടം പറഞ്ഞ് LDFന്റെ K രാജനും വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞ് UDFന്റെ ഷാജി J കോടങ്കത്തും വോട്ട് വിഹിതം വർദ്ധിച്ചുവരുന്നത് നേട്ടമാകുമെന്ന് NDAയുടെ ബിനോയ് തോമസും വിജയപ്രതീക്ഷ നിലനിർത്തുന്നു. ത്രികോണപ്പോരിൽ ഒന്നാമതുള്ള ചേലക്കരയിൽ 2024 ഉപതെരഞ്ഞെടുപ്പ് വിജയം ആവർത്തിക്കാമെന്ന പ്രതീക്ഷയോടെ മത്സരിച്ച LDFന്റെ UR പ്രദീപും മുസ്ലിം ലീഗിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ശിവൻ വീട്ടിക്കുന്നും NDA സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ തവണ മത്സരിച്ച K ബാലകൃഷ്ണനും തമ്മിൽ കരുത്തുള്ള മത്സര പോരാട്ടമാണ് നടന്നത്. ആരാണ് വിജയി എന്ന ആകാംക്ഷയോടെ ജനം കാത്തിരിക്കുന്ന ഫലമാണ് ചേലക്കരയിലേത്. കുന്നംകുളത്ത് ഹാട്രിക് വിജയം തേടി മുൻ മന്ത്രി കൂടിയായ AC മൊയ്തീനാണ് LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ജില്ലയിലെ ആധിപത്യം തുടരാനാണ് LDF ശ്രമിക്കുന്നതെങ്കിൽ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറങ്ങിയ UDFന്റെ സ്ഥാനാർത്ഥി PT അജയ് മോഹനും ഈഴവ യുവ വോട്ടുകൾ പിടിച്ചെടുക്കാമെന്ന കണക്കുകൂട്ടലോടെ ഇറങ്ങിയ KR രജിലും ഫലം അനിശ്ചിതമാക്കുന്നു. 2016 UDFന്റെ പ്രതീക്ഷകൾ തകർത്ത NK അക്ബർ തന്നെയാണ് ഇത്തവണയും LDF സ്ഥാനാർത്ഥി. മുസ്ലിം ലീഗ് കളത്തിലിറക്കിയ CH റഷീദ് അക്ബറിനെ തോൽപ്പിച്ച് തിരിച്ചടിക്കുമെന്ന പ്രതീക്ഷയിലാണ് UDF. ഇത്തവണ വർഗീയ പരാമർശങ്ങൾ കൊണ്ട് ശ്രദ്ധേയനായ BJPയുടെ B ഗോപാലകൃഷ്ണനും ഗുരുവായൂരിൽ മത്സരം കടുപ്പിച്ചിരുന്നു. മണലൂരിൽ നടന്ന വാശിയേറിയ പോരാട്ടത്തിൽ മണ്ഡലം തിരിച്ചുപിടിക്കാൻ UDFന്റെ പ്രമുഖ നേതാവ് TN പ്രതാപനാണ് ഇറങ്ങിയത്. മുൻ വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് LDF സ്ഥാനാർത്ഥിയായി എത്തിയതോടെ ആവേശപ്പോരായി. ഇതുവരെ മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിൽ പരാജയമറിയാത്ത ഇരുവരിൽ ആരാദ്യമായി തോൽവിയറിയുമെന്ന കൗതുകവും മണലൂരിലുണ്ട്. KK അനീഷ് കുമാറാണ് BJP സ്ഥാനാർത്ഥി. വടക്കാഞ്ചേരിയിൽ LDFന്റെ സേവ്യർ ചിറ്റിലപ്പള്ളി രണ്ടാം അംഗത്തിനിറങ്ങുമ്പോൾ UDFന്റെ പുതുമുഖം PN വൈശാഖൻ ഭരണവിരുദ്ധ വികാരം ആയുധമാക്കി വിജയിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ഉല്ലാസ് ബാബുവാണ് ഇവിടെ NDA സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ തന്നെ തോൽപ്പിച്ച് LDFന്റെ R ബിന്ദു പിടിച്ചെടുത്ത മണ്ഡലം ഇത്തവണ തിരിച്ചുപിടിക്കാൻ UDFന്റെ തോമസ് ഉണ്ണിയാടന് സാധിക്കുമോ എന്നാണ് ഇരിങ്ങാലക്കുട ഉറ്റുനോക്കുന്നത്. കയ്പമംഗലത്ത് 2021 വിജയിച്ച LDFന്റെ ET ടൈസൺ ഇത്തവണ പറവൂരിൽ VD സതീശിനെ നേരിടാനായി പോയതോടെ കന്നി അംഗത്തിനിറങ്ങിയ വത്സരാജും UDFന്റെ TM നാസറുമായാണ് പോരാട്ടം. പുതുക്കാട് സിറ്റിംഗ് MLA KK രാമചന്ദ്രൻ LDFന് വേണ്ടി ഇറങ്ങിയപ്പോൾ UDF സ്ഥാനാർത്ഥി KM ബാബുരാജാണ്. BJP സ്ഥാനാർത്ഥി നാഗേഷും ശക്തനായ എതിരാളിയായ പുതുക്കാടിന്റെ ഫലവും എന്താകുമെന്ന ആകാംക്ഷയിലാണ് ജനം. LDFന്റെ സിറ്റിംഗ് MLA സിസി മുകുന്ദന്റെ BJPയിലേക്കുള്ള കൂടുമാറ്റം എന്താകുമെന്ന ആശങ്ക നാട്ടികയിലുടനീളമുണ്ട്. ഗീതാ ഗോപിയാണ് LDF സ്ഥാനാർത്ഥി. UDFന്റെ സുനിൽ ലാലൂരും ശക്തമായ മത്സരം കാഴ്ചവെച്ചതിനാൽ നാട്ടിക ആരോടൊപ്പമെന്ന് കാത്തിരുന്നു കാണാം. LDFനായി VR സുനിൽകുമാർ മൂന്നാം അംഗത്തിനിറങ്ങുമ്പോൾ ഇടതാധിപത്യമുള്ള കൊടുങ്ങല്ലൂർ നേടാൻ മത്സരിച്ചത് UDFന്റെ യുവനേതാവ് OJ ജനീഷാണ്. ഉമ്മൻചാണ്ടിയുടെ മരുമകൻ വർഗീസ് ജോർജ് NDAക്ക് വേണ്ടി മത്സരിച്ചു. CPMൽ നിന്ന് പിടിച്ചെടുത്ത ചാലക്കുടി മണ്ഡലം നിലനിർത്താൻ കോൺഗ്രസ് ഇത്തവണയും സനീഷ് കുമാർ ജോസഫിനെയാണ് കളത്തിലിറക്കിയത്. ചുവടുമാറിയെത്തിയ ബിജു S ചിറയത്ത് LDFന് നൽകുക വിജയമോ തോൽവിയോ എന്നറിയാനുള്ള കൗതുകം ബാക്കി. മീഡിയ ടൈം, തൃശൂർ.